ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാസർഗോഡിലെ കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഇത് അറിയാൻ ചാൻസ് ഇല്ല. നമ്മൾ മധുര കലത്തപ്പമൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് കൂടുതൽ ഉണ്ടാക്കാറുള്ളത് രാവിലെ. ഇതിൻ്റെ കൂടെ കടലക്കറി ആയാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് ഇതുണ്ടാവുക. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ കത്രികയോ കത്തിയോ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. പ്രത്യേകിച്ചിട്ട് കറിയൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. കറി ഇല്ലാതെ തന്നെ ഇത് കഴിക്കാൻ പറ്റും, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് മുഴുവനായിട്ട് കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഇത് മിക്സിയുടെ ജാറിൻ്റെ കാൽഭാഗത്തോളം ഏകദേശം 2 പിടി, നമ്മൾ 2 പിടി പച്ചരിയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 1 പിടി, എൻ്റെ കയ്യിൽ 1 പിടി ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പിടി പച്ചരിക്ക് അതേപോലെ 1 പിടി നിറച്ചായിട്ട് തന്നെ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് ചേർക്കുന്നുള്ളത്. നമ്മൾ എത്രയാണോ ചോറെടുത്തത് അത്ര തന്നെ തേങ്ങയും ചേർത്ത് കൊടുക്കാം. 2 പിടി, നമ്മുടെ കയ്യിൽ 2 പിടി പച്ചരിക്ക് 1 പിടി ചോറും 1 പിടി തേങ്ങയും നിറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അതേ ഒരുപാട് വെള്ളം ചേർത്ത് അരക്കണ്ട, നമുക്കിത് ലൂസായാൽ ശരിയാവില്ല. അപ്പോൾ ലൂസുമല്ല കട്ടിയുമല്ലാത്ത ഒരു ടെക്സ്ചറിൽ വേണം ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ലൂസും ആവാൻ പാടില്ല, അതേപോലെ കട്ടിയാവാനും പാടില്ല. കട്ടിയായ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് വെന്ത് കിട്ടും, എല്ലാം ഓക്കെയാണ്. പക്ഷേ അതിനൊരു ടേസ്റ്റ് മാറ്റമായിരിക്കും. ഇതുപോലെ ഏകദേശം ലൂസും കട്ടിയില്ലാത്ത രീതിയിൽ നിങ്ങൾ അരച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു സവോള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും നമുക്ക് വേണ്ട. പിന്നെ ഇതേപോലെ കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് അത്ര എടുത്തിട്ടുള്ളത്. ഇനി അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. നമുക്ക് നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ഉരുളിയിലാണ് ഉണ്ടാക്കുക, ഉരുളിയിൽ ഉണ്ടാക്കലാണ് പതിവ്. ഞാനിപ്പോൾ ഒരു ഗ്യാസിൽ ഉണ്ടാക്കുന്നതാണ്, നോൺ സ്റ്റിക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അലുമിനിയം ആയാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് സവോള ഒറ്റ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് തേങ്ങാക്കൊത്തും ഇതേപോലെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് ഇതേപോലെ റൗണ്ടായിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽഭാഗത്തേക്ക് കുറച്ച് സവോളയും അതേപോലെ തേങ്ങാക്കൊത്തും. മേൽഭാഗത്ത് നമ്മൾ എത്ര ഇടുന്ന അത്രയും കാണാൻ നല്ല രസമായിരിക്കും വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ മൂടി വെച്ചിട്ട് വേവിക്കലാണ്. ഞാനിപ്പോൾ ചെറിയ തീയിലാണ് ഇത് വേവിച്ചെടുക്കുന്നുള്ളത്. പിന്നെ ഇത് നമുക്ക് വേഗം വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. നമുക്ക് ബാക്കിയുള്ളതിൻ്റെ പോലെ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്തിട്ടും. ഇപ്പോൾ ഇത് ഒരു സൈഡ് നല്ല പോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കലാണ്. തിരിച്ചിടുമ്പോൾ പ്രത്യേകിച്ച് എണ്ണൊന്നും ഇടേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ എണ്ണ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു സൈഡ് കാണാൻ ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ വീണ്ടും മൂടി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ വീണ്ടും ഒന്ന് ഇതേപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ അടിഭാഗം കൂടി നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇത് ഉരുളിയിൽ ഉണ്ടാക്കുക, പുറത്ത് അടുപ്പിലൊക്കെയാണ് ഉണ്ടാക്കുക. ഉരുളിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഇരുമ്പിൻ്റെ ദബ്ബിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മുടെ തേങ്ങയുടെ ചെപ്പ് കൊണ്ട് പുകയിട്ട് കൊടുക്കും, തീയിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുക കേട്ടോ. തിരിച്ചിടലൊന്നുമില്ല. അപ്പോൾ ഗ്യാസിൽ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തതാണ്. ഈ ഒരു സൈഡൊക്കെ ആണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസായിട്ട് വരാം. അപ്പോൾ ബായ്, അസ്സലാമു അലൈക്കും.